കൊച്ചിയിലെത്തുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് ക്യൂൻസ് വാക്ക് വേ. അവിടെ കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാനുള്ള വലിയ സംവിധാനമാണ്. ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് സായാഹ്നം ചെലവിടാൻ അവിടേക്ക് നിരവധി പേരാണ് ഓരോ ദിവസവും എത്തിയിരിക്കുന്നത്. അവിടേക്ക് യാത്ര പോവുകയാണ് നവമി ദിനേശ് നമ്മളെയും കൊണ്ട്. കൊച്ചി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒന്ന് സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ക്യൂൻ വാക്ക് വേ. കായലിന്റെ കാറ്റേറ്റ് മനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കാം. ജിഡ റോഡിന്റെ തുടക്കം മുതൽ ചാക്യത്ത് പള്ളി വരെ 1.8 കിലോമീറ്റർ ഉണ്ട് ഈ വാക്ക് വേക്ക്. സന്ദർശകർക്ക് ഇരിക്കാൻ പറ്റിയ ബെഞ്ചുകളുമുണ്ട്. ഒപ്പം ഇവിടത്തെ ഭംഗി കൂട്ടാൻ മനോഹരമായി പരിപാലിച്ചു പോകുന്ന ചെടികളും. വല്ലപ്പോഴും വരാറുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭംഗിയാണ്. കാരണം വെച്ചാൽ ഈ കായലും പിന്നെ ഈ പറഞ്ഞ കാറ്റുള്ള മരങ്ങളുണ്ട്. പിന്നെ ക്രൗഡിനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വരാം. പിന്നെ ഇപ്പുറത്തുള്ള ചായ കുടിക്കാം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. കാരണം ചിലവർക്ക് ക്രൗഡ് ഇഷ്ടമല്ലെങ്കിൽ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം വന്നിരുന്ന് ഞങ്ങളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുക ഇവിടെ. തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ ഞാൻ നേരത്തേക്ക് ഇപ്പോഴല്ല, ഞാൻ നേരത്തേക്ക് മറൈൻ ഡ്രൈവിൽ പോയിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു വളരെ ന്യൂസിയൻസ് ഒക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു, ചില ക്രൗഡുകൾ. അപ്പം അതൊരു പ്രശ്നമാണ്. പക്ഷെ എന്നാൽ അതൊരു നെഗറ്റീവായിട്ട് കംപ്ലീറ്റ് പറയാൻ പറ്റും. വല്ലപ്പോഴും ഒക്കെ വന്നിരിക്കാനൊക്കെ കുഴപ്പമില്ല. ചില നേരത്തൊക്കെ ഇവിടെ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കാണാൻ സമാധാനമൊക്കെ ഉണ്ട്. കാറ്റ് കുഴപ്പമില്ല, നല്ല ഒരു വൈബുള്ള സ്ഥലമൊക്കെയാണ്. വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട്. വളരെ താല്പര്യം. കാരണം കുറച്ച് നമ്മൾ ഇത്രയും എന്താ പറയുക, ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ടുള്ള ലൈഫിൽ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യുക, എല്ലാവരെയും കാണുക, അതൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലല്ലോ. പുറത്താകുമ്പോഴത്തേക്കും ആ ഒരു ഫീല് കിട്ടും ഇവിടെ വരുമ്പോൾ. പിന്നെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണ്. കുറച്ചുകൂടെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒത്തുവിടുന്ന സ്ഥലമാണ് ഇവിടെ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ തറവാട്. അപ്പോൾ ഞങ്ങൾ എല്ലാ 10th പഠിച്ച കുട്ടികളൊക്കെ കൂടി ഗ്യാദർ ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇവിടെ തന്നെ എനിക്ക് അതെ. ഇവിടെ ഫ്രണ്ട്സ്, ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെയാണ് ഇവിടെ. നല്ല രസമാണ് ഇവിടെ. ഞങ്ങളിവിടെ വന്ന് കവിതാ പുസ്തകപ്രകാശനം നടത്തിയിട്ടുണ്ട്. സൂപ്പർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാറുണ്ട്, ബർത്ത്ഡേ ഘോഷിക്കാറുണ്ട്. സൂപ്പറാണ് ഞങ്ങളുടെ സ്ഥലമല്ലേ. ഞങ്ങളുടെ പള്ളിയാണ് കാണുന്നത്. ഞങ്ങളുടെ പള്ളിയാണത്, സൂപ്പറാണ്, നല്ല സ്ഥലമാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവിടെ ഇപ്പം മാറിയിട്ടാ. കുറച്ച് കുട്ടികൾ നമ്മുടെ ജനറേഷൻ ഇപ്പോഴത്തെ പിള്ളേര് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം കുറച്ച് എല്ലാവരും ചിട്ടയോടുകൂടി പോകുന്നുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററും മറൈൻ ഡ്രൈവിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ക്യൂൻ വാക്ക് വേ. രാത്രിയാണ് ഇവിടെ കൂടുതൽ സജീവമാകുന്നത്. റോഡിന്റെ മറ്റൊരു വശത്ത് നിറയെ കടകളാണ്. സുഹൃത്തുക്കളായും കുടുംബത്തോടൊപ്പം ഒക്കെ നിരവധി പേരാണ് ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തുന്നത്. ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഒട്ടും പേടിക്കേണ്ട കേട്ടോ. പോലീസിന്റെ നിരീക്ഷണത്തിന് പുറമെ CCTV ക്യാമറകളും ഹൈടെക് 360 ക്യാമറകളും ഉണ്ട്. ജിമ്മുണ്ട്. ദിവസവും എക്സസൈസ് ചെയ്യാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഫ്രീ വൈഫൈ എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല എക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റും ഉണ്ട്. എങ്ങനെയുണ്ട് ക്യൂൻ വാക്ക് വേ? നല്ല രസമാണ്. ഇവിടെ എപ്പോഴും വരാറുണ്ട്. ഇവിടുത്തെ ജിമ്മൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഇരുന്ന എപ്പോഴും കാറ്റൊക്കെ കിട്ടും. ഈ ഒരുപാട് കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടമാണല്ലേ? ഇവിടെ വന്ന് കാറ്റൊക്കെ ഉണ്ട്. കൂടുതൽ ജിമ്മിലാണല്ലോ. ഞാൻ വന്ന മുതൽ നോക്കിയപ്പോ ഓരോന്നിലും എക്സസൈസ് ചെയ്യാം. അത് ഇതിൽ കളിക്കാൻ നല്ല രസമാണ്.
ഇവിടെ ഒരു പാർക്ക് കൂടി വേണമെന്നുള്ള ആവശ്യമുണ്ടോ? ആണ്, അതും കൂടി ആഗ്രഹമാണ് അല്ല? ഇവിടെ ഒരു പാർക്ക് കൂടി വേണം അല്ലേ? കൊറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഫ്രണ്ട്സ് ഒക്കെ ആയോ ഇവിടെ വന്നിട്ട്? കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു ക്യൂൻ വാക്ക്? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നല്ല ആൾക്കാർ കുറേ പേര് വരും. പിന്നെ ഇവിടെ കുറേ ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് കുറേ പേര് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. പിന്നെ ഫിഷസും അങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ച് ആൾക്കാർ എൻജോയ് ചെയ്തു. കുറച്ചും കൂടെ ഒരു രാത്രി 11 മണി കഴിഞ്ഞാലാണ് ഇവിടെ വൈബ്. നൈറ്റ് ലൈഫാണ് കൂടുതൽ. ഒരു വെളുപ്പിന് 3-3:30 വരെയൊക്കെ ആൾ ഫുള്ളായിരിക്കും. ഫാമിലീസ് ഒരു 11-12 മണി വരെ ഫാമിലീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് എല്ലാ പിള്ളേരൊക്കെ വന്ന് പാട്ടും ആട്ടവും ഒക്കെയാണ് ഇവിടെ. കുറച്ചുകൂടി വികസനം വന്നല്ലോ ഇവിടെ. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ആൾക്കാരെ ആകർഷിക്കാനും കച്ചവടം കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്നതോറും ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും മാറ്റമാണ്. ആൾക്കാർക്കായാലും ഇവിടെ താമസിക്കുന്നവർക്കായാലും വന്നു പോണവർക്കും എല്ലാവർക്കും എൻജോയ്മെൻറ്റ്. പിന്നെ ഇവിടെ ലോക്കൽസ് കൂടുതലുണ്ട്. അതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൂടുതലാണ്. ഒരു ദിവസം ഇവിടെ എത്തുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന അനുഭവമാണ് ക്യൂൻ വാക്ക് വേ നൽകുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. എന്തായാലും ഒരു സായാഹ്നം വേണമെങ്കിൽ സായാഹ്നം, അല്ലാതെ നൈറ്റ് ലൈഫാണ് വേണ്ടതെങ്കിൽ നൈറ്റ് ലൈഫ്. എന്തിനും തയ്യാറാണ് ക്യൂൻ വാക്ക് വേ. അവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, വ്യായാമം ചെയ്യാനൊക്കെയുള്ള സാഹചര്യങ്ങളുമുണ്ട്. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയായി കൊച്ചി മാറുമ്പോഴും ഇതുപോലെയൊക്കെയുള്ള തുരുത്ത് അവശേഷിപ്പിക്കുന്നതാണ് കൊച്ചിയെ പ്രത്യേകതയുള്ളതാക്കുന്നത്. എന്തായാലും നവമി ദിനേശിന്റെ യാത്ര ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ വൈകുന്നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി